ഹായ് മക്കളെ, നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് +2 കെമിസ്ട്രിയിലെ ലാസ്റ്റ് ചാപ്റ്റർ, ദാറ്റ് ഈസ് ബയോമോളിക്യൂൾസ് എന്നുള്ളതാണ്. ആ ബയോമോളിക്യൂൾസിലെ പ്രോട്ടീൻസ് എന്ന് പറഞ്ഞ സെക്ഷനാണ് നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ അതിൽ ഏറ്റവും സ്റ്റാർട്ടിംഗ് ആയിട്ട് നമുക്ക് അമിനോ ആസിഡ്സ് ആണ് നോക്കാനുള്ളത്. എന്താണ് അമിനോ ആസിഡ്സ് എന്നുള്ളത് നോക്കിയാൽ, ഒരു കോമ്പൗണ്ട് എടുത്തു കഴിഞ്ഞാൽ അതിൽ COOH ഗ്രൂപ്പും, അതായത് കാർബോക്സിലിക് ആസിഡ് ഗ്രൂപ്പും NH2 ഗ്രൂപ്പും വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു അമിനോ ആസിഡ്, അമിനോ മീൻസ് NH2, അമീൻ എന്ന് പറയുന്നതും കാർബോക്സിൽ ഗ്രൂപ്പ് COOH ഗ്രൂപ്പ്, ഈ രണ്ട് ഗ്രൂപ്പുകളും കൂടി വരികയാണെങ്കിൽ അതിനെയാണ് നമ്മൾ ഒരു അമിനോ ആസിഡ് എന്ന് വിളിക്കാം. അപ്പൊ അമിനോ ആസിഡുകളിൽ നമ്മൾ പ്രോട്ടീൻസിലോട്ട് സ്റ്റാർട്ട് ചെയ്യുക കേട്ടോ. അപ്പൊ അമിനോ ആസിഡുകൾ പഠിക്കണം, പല ടൈപ്പ് അമിനോ ആസിഡുകൾ. ഇതൊരു ജനറൽ ഫോർമുല നോക്കിയാൽ COOHും അതേപോലെ തന്നെ NH2 ഉണ്ട്. അതിന്റെ അടുത്ത് ഇത് വരുന്ന കാർബൺ നോക്കിയാൽ COOHന്റെ തൊട്ടടുത്തുള്ള കാർബൺ, COOH അറ്റാച്ച് ചെയ്ത തൊട്ടടുത്തുള്ള കാർബണിൽ തന്നെയാണ് NH2 വന്നത്. അതിനെ നമ്മൾ വിളിക്കുന്നതാണ് ആൽഫ കാർബൺ. ആൽഫ കാർബണിലാണ് നമ്മുടെ NH2 വന്നേക്കുന്നത്. അതുകൊണ്ട് അതിനെ നമ്മൾ ആൽഫ അമിനോ ആസിഡുകൾ എന്ന് പറഞ്ഞ് വിളിക്കും. ഈ ആൽഫ അമിനോ ആസിഡുകളിലോട്ട് വരുന്ന ഗ്രൂപ്പുകൾക്ക് ഡിഫറൻസ് വരുന്ന അനുസരിച്ച് പല തരത്തിലുള്ള അമിനോ ആസിഡുകൾ വരും. കുറച്ച് എക്സാമ്പിൾസ് നോക്കുകയാണെങ്കിൽ ഇവിടെ വരുന്ന NH2 COOH ഉള്ളതിൽ രണ്ടും H ആണ് വെച്ചോ, CH2 ആണ് വരുന്നതെങ്കിൽ ഗ്ലൈസീൻ എന്ന് പറയുന്ന ഒരു അമിനോ ആസിഡ് ആയിരിക്കും. ഇനി അവിടെ CH3 ആണ്, ആറിന് പകരം വരുന്ന CH3 ആണെങ്കിൽ അലാനിൻ എന്ന് പറയുന്ന ഒരു നമ്മുടെ ആളായിരിക്കും വരാ, അമിനോ ആസിഡ് ആയിരിക്കും വരുന്നത്. പിന്നെ വരുന്നതാണ് വാലിൻ. വാലിൻ എന്ന് പറഞ്ഞാൽ ആ കാർബണിലോട്ട് ഒരെണ്ണം ഹൈഡ്രജൻ ആണ്, മറ്റേത് വരുന്ന R ഗ്രൂപ്പിന് വരെ ഇവിടെ വരുന്ന ഐസോപ്രൊപ്പൈൽ ഗ്രൂപ്പാണ്, CH3 എന്നുള്ളതാണ്. അത് പറഞ്ഞാൽ അതിനെ വാലിൻ എന്ന്. പല ടൈപ്പ് ആൾക്കാരുണ്ട് ഇതിൽ തന്നെ അമിനോ ആസിഡ്. അതിൽ കുറച്ച് എക്സാമ്പിൾ മാത്രമാണ് ഇവിടെ ഞാൻ കാണിച്ചേക്കുന്നത്. എന്തായാലും നോക്കിയൊക്കെ എക്സാമ്പിളുകൾ, അമിനോ ആസിഡിലെ എക്സാമ്പിൾ പറയുമ്പോൾ ഗ്ലൈസീൻ, അലാനിൻ, വാലിൻ എന്നുള്ള ആൾക്കാരൊക്കെ കൃത്യമായിട്ട് എന്തായാലും നോക്കാം. ഓക്കെ, ഇനി അടുത്തത് വരുന്നതാണ് നമ്മുടെ അമിനോ ആസിഡിലെ ക്ലാസിഫിക്കേഷൻ. ബേസിക്കലി രണ്ട് ടൈപ്പ് നമ്മൾ ക്ലാസിഫൈ ചെയ്യാം അമിനോ ആസിഡുകൾ. അതിലൊരെണ്ണമാണ് അസിഡിക്, ബേസിക് ആൻഡ് ന്യൂട്രൽ അമിനോ ആസിഡുകളായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇൻ കേസ് നമ്മുടെ അമിനോ ആസിഡിൽ COOHും NH2 ഒരെണ്ണം വെച്ചല്ല ഉണ്ടാവുക, വേണമെങ്കിൽ കൂടുതൽ നമ്പർ ഓഫ് COOHും അതുപോലെ NH2 ഗ്രൂപ്പുകളും വരാം. അമിനോ ആസിഡ് വിത്ത് മോർ നമ്പർ ഓഫ് കാർബോക്സിൽ, COOH ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അസിഡിക് ആയിട്ടുള്ള ഒരാളാണ്, അത് കൂടുതലാണെങ്കിൽ നമ്മൾ പറയാം അതിനൊരു അസിഡിക് അമിനോ ആസിഡ് എന്ന് പറയും. അല്ലെങ്കിൽ NH2 ഒരെണ്ണവും രണ്ട് COOH ഗ്രൂപ്പാണ് വരുന്നതെങ്കിൽ നമുക്ക് അവിടെ കൂടുതൽ COOH ഗ്രൂപ്പ് കൂടുതലാണ്, അങ്ങനെയാണെങ്കിൽ അത് കൂടുതൽ അസിഡിക് ആയിരിക്കും. അപ്പൊ നമ്മൾ അതിനെ അസിഡിക് അമിനോ ആസിഡ് എന്നായിരിക്കും വിളിക്കുക. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഗ്ലൂട്ടാമിക് ആസിഡ്, അസ്പാർട്ടിക് ആസിഡ് എന്ന് പോലുള്ള ആസിഡുകളെല്ലാം അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള അസിഡിക് അമിനോ ആസിഡ്സ് വരാം. ബേസിക് ആയിട്ട് പറയുന്ന ആൾക്കാരാണെങ്കിൽ മോർ നമ്പർ ഓഫ് എന്തായിരിക്കും അമിനോ ഗ്രൂപ്പ്സ് ആയിരിക്കും വരാം, മോർ നമ്പർ. അതിന് ഏറ്റവും നല്ല എക്സാമ്പിൾ ആണ് ആർജിൻ ആൻഡ് ലൈസീൻ എന്ന് പറയുന്നത്. ഐജനീസ്റ്റ് എൻഡ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും ഈ പറഞ്ഞ കാര്യമാണ്. അസ്പാർട്ടീൻ അല്ലെങ്കിൽ ആർജിനൈൻ അതുപോലെ ലൈസീൻ, ഇതൊക്കെ ബേസിക് അമിനോ. ഈ ചില ആൾക്കാർക്ക് ഈക്വൽ നമ്പർ വരാം, NH2ന്റെയും COOHന്റെയും സെയിം ആയിട്ട് വരാം. അങ്ങനെ വരുന്ന ആൾക്കാരാണ് ന്യൂട്രൽ അമിനോ ആസിഡുകൾ എന്ന് പറയാം. അമിനോ ആസിഡ്സ് വിത്ത് ഈക്വൽ നമ്പർ ഓഫ് കാർബോക്സിൽ ഗ്രൂപ്പ് ആൻഡ് അമിനോ ഗ്രൂപ്പ്. എക്സാമ്പിൾ ഗ്ലൈസീൻ, അലാനിൻ, ലൈസീൻ എക്സെട്ര. കേട്ടോ, ഗ്ലൈസീൻ, അലാനിൻ ഒക്കെ നമ്മുടെ ന്യൂട്രൽ ആയിട്ടുള്ള അമിനോ ആസിഡ്. പിന്നെ വാലിൻ എന്ന് പറയുന്നത് ന്യൂട്രൽ അമിനോ ആസിഡ് ആണ്. അതെന്തായാലും നോക്കാം. ഓക്കെ, ഇനി അതർ ടൈപ്പ് ഓഫ് ക്ലാസിഫിക്കേഷൻ ആണ് എസെൻഷ്യൽ ആൻഡ് നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകൾ എന്ന് പറയുന്നത്. എസെൻഷ്യൽ അമിനോ ആസിഡുകളിൽ വരുമ്പോഴത്തേക്കും അവരുടെ നമ്മുടെ ബോഡിയിൽ ഉണ്ടാക്കാൻ പറ്റുന്ന കുറെ അമിനോ ആസിഡുകൾ. ബേസിക്കലി ഇവരെല്ലാം ബയോമോളിക്യൂൾസ് ആണ്, നമ്മുടെ ബോഡിയിൽ തന്നെ ഉണ്ടാവുന്നതാണ്. അപ്പോൾ ബോഡിയിൽ ആവശ്യമുള്ള ആൾക്കാർ നമ്മുടെ ബോഡിയിൽ തന്നെ, ഹ്യൂമൻ ബോഡിയിൽ തന്നെ ഉണ്ടാവുന്ന കുറെ അമിനോ ആസിഡുകൾ. അങ്ങനെയുള്ള അമിനോ ആസിഡുകൾ നമ്മൾ വിളിക്കുക നോൺ എസെൻഷ്യൽ എന്നാണ്. കാരണം നമ്മുടെ ബോഡിയിൽ ഉണ്ടാവേണ്ട ആവശ്യത്തിന് നമുക്ക് വേറെ ഡയറ്റിൽ കൂടിയോ കഴിച്ച് നമുക്ക് കിട്ടേണ്ട കാര്യമൊന്നുമില്ല, അത് നമ്മുടെ ബോഡി തന്നെ ഉണ്ടാക്കിക്കോളും. ഓക്കെ, എക്സാമ്പിൾ പറഞ്ഞാൽ ഗ്ലൈസീൻ, അലാനിൻ, ഗ്ലൂട്ടാമിക് ആസിഡ്, അസ്പാർട്ടിക് ആസിഡ് ഇതൊക്കെ എസെൻഷ്യൽ നോൺ എസെൻഷ്യൽ അമിനോ ആസിഡുകളാണ്. എന്നാൽ ചില അമിനോ ആസിഡുകൾ നമ്മുടെ ബോഡിയിൽ ഉണ്ടാവുന്നില്ല, പക്ഷെ അത് നമുക്ക് ആവശ്യമുണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും, അത് കഴിച്ച് മാത്രമേ കിട്ടുള്ളൂ. ഓക്കെ, അങ്ങനെ വരുന്ന ആൾക്കാരാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. അമിനോ ആസിഡ്സ് വിച്ച് cannot be synthesized in the body and must be obtained through diet. ഡയറ്റിൽ കൂടി ഒബ്റ്റെയിൻ ചെയ്യേണ്ട, എന്നാൽ നമ്മുടെ ബോഡിയിൽ സിന്തസൈസ് ചെയ്യാത്ത ആൾക്കാരാണ് എസെൻഷ്യൽ അമിനോ ആസിഡ്. കാരണം അവരെ നമ്മൾ ഡയറ്റിൽ കൂടി കഴിച്ച് തന്നെ കിട്ടണം. അതിന്റെ ഏറ്റവും നല്ല എക്സാമ്പിൾസ് ആണ് വാലിൻ, ലൂസീൻ, ഐസോലൂസീൻ, അതുപോലെ ആർജിനൈൻ, ലൈസീൻ, പിന്നെ ത്രിയോണൈൻ, മെത്തിയോണൈൻ എന്ന് പറയുന്ന ആൾക്കാരൊക്കെ. ഇതെല്ലാം എസെൻഷ്യൽ അമിനോ ആസിഡ്. ഇവരൊന്നും നമുക്ക് കിട്ടില്ല. ഓക്കെ, ബോഡിയിൽ തന്നെ ഉണ്ടാവുന്നില്ല, നമ്മൾ എക്സ്ട്രാ ആയിട്ട് കഴിക്കേണ്ടി വരും. അപ്പൊ അതെന്തായാലും നോക്കിയേക്കാം. ഓക്കെ, എസെൻഷ്യൽ ഇമ്പോർട്ടന്റ് ആണ്. എക്സാമ്പിൾസും അറിഞ്ഞിരിക്കണം. ഏതെങ്കിലും ഒരു രണ്ട് എക്സാമ്പിൾ, എല്ലാം ഒന്നും പഠിക്കേണ്ട, ഏതെങ്കിലും രണ്ട് എക്സാമ്പിൾ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ അതാണ് അമിനോ ആസിഡിന്റെ ക്ലാസിഫിക്കേഷൻ. ഇനി അമിനോ ആസിഡുകളിൽ നിന്ന് നമ്മൾ പോകാൻ പോകുന്നത്
അമിനോ ആസിഡുകൾ ചേർന്നിട്ടാണ് നമ്മുടെ പ്രോട്ടീൻ ഉണ്ടാവുക. നമ്മൾ പറയുന്നത് എങ്ങനെയാണ്, ഇറ്റ്സ് എ പോളിമർ ഓഫ് അമിനോ ആസിഡ്സ് എന്നാ വിളിക്കാം പ്രോട്ടീൻ. അമിനോ ആസിഡുകൾ ഇങ്ങനെ ലിങ്ക് ചെയ്തിട്ടാണ് ഓരോ അമിനോ ആസിഡുകൾ ചേർന്ന് വരുമ്പോഴാണ് നമുക്ക് അവിടെ ഒരു പോളിമർ ആയിട്ട് മാറാം. അപ്പൊ അങ്ങനെ ഇതാണ് പ്രോട്ടീൻ. അപ്പൊ പ്രോട്ടീൻ എടുത്തു കഴിഞ്ഞാൽ അത് ഓരോ അമിനോ ആസിഡുകൾ ചേർന്നാണ് വരുന്നത്. അപ്പൊ വേറെ 2 അമിനോ ആസിഡുകൾ ചേർന്ന് വരാന്ന് വെച്ചോ. അപ്പൊ ഞാൻ എടുത്തേക്കുന്ന ആസിഡുകൾ ചേർന്ന് വരുമ്പോ അതിലെ COH, ഒരു അമിനോ ആസിഡിന്റെ COH മറ്റേ അമിനോ ആസിഡിന്റെ NH2 കൂടി ആയിരിക്കും ലിങ്ക് ചെയ്യുക. അവിടെ ഒരു H2O പോകും. എന്നിട്ട് രണ്ടും കൂടി ലിങ്ക് ചെയ്ത് നമുക്കില്ലടാ NH-CH2 CONH ലിങ്കേജ് എന്ന് വരും. ഇങ്ങനെ വരുന്ന 2 അമിനോ ആസിഡുകൾ ചേർന്നിട്ട് ഒരു വെള്ളം പോയിട്ട് വാട്ടർ മോളിക്യൂൾ പോയിട്ട് ഫോം ചെയ്യുന്ന ഈ ഒരു ഗ്രൂപ്പിലെ അമൈഡ് എന്ന് പറയും കേട്ടോ. CONH എന്ന് പറഞ്ഞാൽ അമൈഡ് ലിങ്കേജ് എന്നാ വിളിക്കാം. ആ ലിങ്കേജിനെ വിളിക്കുന്ന പേരാണ് പെപ്റ്റൈഡ് ലിങ്കേജ്. നമ്മൾ പഠിച്ചപ്പോൾ കാർബോക്സിലിക് ആസിഡിൽ നമ്മൾ പറഞ്ഞത് ഏത് ലിങ്കേജ്, ഗ്ലൈക്കോസൈഡിക് ലിങ്കേജ് ആണെങ്കിൽ അമിനോ ആസിഡ് പ്രോട്ടീൻസിൽ വരുന്ന ലിങ്കേജ് ഏതാണെന്ന് ചോദിച്ചാൽ നമ്മൾ പറയണം പെപ്റ്റൈഡ് ലിങ്കേജ് ആണ്. It is an amide formed between the carboxyl group of one amino acid and the amino group of other. വേറൊരു അമിനോ ആസിഡ്, ഒരു അമിനോ ആസിഡിന്റെ അമിനോ ഗ്രൂപ്പ് NH2 ഗ്രൂപ്പും വേറൊരു അമിനോ ആസിഡിന്റെ കാർബോക്സിൽ കൂടി H2O വാട്ടർ മോളിക്യൂൾ ലൂസ് ചെയ്തുണ്ടാവുന്ന ആ ഒരു അമൈഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറഞ്ഞ് വിളിക്കാം കേട്ടോ. പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയും. അതെന്തായാലും കൃത്യമായിട്ട് നോക്കുക കേട്ടോ. ഇനി വളരെ ഇമ്പോർട്ടന്റ് ആണ് പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന്. ഇനിയാണ് നമ്മുടെ പ്രോട്ടീന്റെ സ്ട്രക്ചറിലോട്ട് നമ്മൾ പോകാൻ പോകുന്നത് കേട്ടോ. പ്രോട്ടീൻ എന്ന് പറയുന്ന ആക്ച്വലി ഈ പോളിമർ ആണെന്ന് പറഞ്ഞു അമിനോ ആസിഡ്. ശരിക്കും പറഞ്ഞാൽ സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ 4 സ്ട്രക്ചേഴ്സ് ആയിട്ടാണ്. അതൊരു കോംപ്ലക്സ് സ്ട്രക്ചർ. ശരിക്കും 4 സ്ട്രക്ചേഴ്സ് ആയിട്ട് നമുക്ക് പറയാം, 4 ടൈപ്പ് സ്ട്രക്ചേഴ്സ് ആയിട്ട് പറയും. പ്രൈമറി സ്ട്രക്ചർ, സെക്കൻഡറി സ്ട്രക്ചർ, ടെർഷ്യറി സ്ട്രക്ചർ, ക്വാട്ടർണറി. ഇത് 4 ആയിട്ടാണ് പറയാം. ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ പ്രൈമറി സ്ട്രക്ചർ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ അമിനോ ആസിഡുകൾ കൂടിച്ചേർന്നാന്ന് നമ്മൾ പറഞ്ഞില്ലേ, ഈ ഒരു അമിനോ ആസിഡ് ഓരോ പ്രോട്ടീനിൽ എത്തുമ്പോഴും ആ അമിനോ ആസിഡുകളുടെ ഓർഡറിൽ കറക്റ്റ് സീക്വൻസിന് ഉണ്ട് കേട്ടോ. ആ സീക്വൻസിൽ ഒരു ചേഞ്ച് വന്നാൽ, ഒരു അമിനോ ആസിഡ് മാറി വേറൊരു അമിനോ ആസിഡ് വന്നാൽ പ്രോട്ടീൻ അപ്പാടെ മാറും കേട്ടോ. അതിന്റെ പ്രോപ്പർട്ടീസ് എല്ലാം മാറും. ഓരോ പ്രോട്ടീനുകൾ, ഇപ്പൊ ഹീമോഗ്ലോബിൻ നമ്മുടെ ബ്ലഡിലുള്ള ഒരു പ്രോട്ടീനാണ്. അതിന്റെ പ്രോട്ടീൻസിന്റെ നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ അതിലുള്ള സീക്വൻസ് ആയിരിക്കില്ല, അതിലുള്ള അമിനോ ആസിഡ് സീക്വൻസ് ആയിരിക്കില്ല വേറൊരു പ്രോട്ടീനുള്ളത്. ഇൻസുലിൻ നമ്മുടെ ബോഡിയിൽ ഈ പറയുന്ന എൻസൈമായിട്ട് വർക്ക് ചെയ്യുന്ന ഇൻസുലിൻ ഒരു പ്രോട്ടീനാണ്. അതിന്റെ സീക്വൻസ് നമ്മൾ നോക്കിയാൽ ഡിഫറെന്റ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ആ ഒരു സീക്വൻസ് ഓഫ് അമിനോ ആസിഡിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക, പ്രൈമറി സ്ട്രക്ചർ എന്ന് വിളിക്കാം കേട്ടോ. ഇനി സെക്കൻഡറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഈ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ് ഇങ്ങനെ ഒരു മാല പോലെ വലിയ ചെയിൻ ആയിട്ടായിരിക്കും ഉണ്ടാവുക. ഈ ചെയിൻ ഒന്ന് ചുളുങ്ങും, ചുളുങ്ങും. 2 രീതിയിൽ ചെയിനുകൾ മടങ്ങുന്നുണ്ടാവും, ഫോൾഡ് ചെയ്യുന്നുണ്ടാവും. ഒന്ന് നമ്മുടെ സ്പൈറല് പോലെ ഇങ്ങനെ ചുളുങ്ങുന്നുണ്ടാവും, ഇങ്ങനെ ഫോൾഡ് ആവും. അതിനെയാണ് നമ്മൾ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് വിളിക്കുക കേട്ടോ. ഒന്നില്ലെങ്കിൽ ഇങ്ങനെ ചുളുങ്ങി പോണ്ടാവും, ഇങ്ങനെ ആയിരിക്കും ഫോൾഡ് ചെയ്യുക. അതിനെ ആൽഫ ഹെലിക്കൽ സ്ട്രക്ചർ എന്ന് വിളിക്കും. അല്ലെങ്കിൽ നമ്മുടെ സാരിയുടെ പ്ലീറ്റ് ഒക്കെ എടുക്കുന്ന പോലെ ദിങ്ങനെ സിക്സാഗ് മാനറിൽ ഫോൾഡ് ആവും കേട്ടോ. ഇപ്പോ 2 സ്ട്രക്ചേഴ്സ് ആണ്, ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറും ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ എന്നാണ് ഇതിന്. പ്ലീറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെ എടുക്കുന്നതിനാണ്, മടക്കി എടുക്കൂലേ, അതിനെയാണ് നമ്മൾ പ്ലീറ്റ് എന്ന് വിളിക്കാം. അപ്പൊ പ്ലീറ്റഡ് സ്ട്രക്ചർ. സോ ഈ 2 നമ്മൾ സെക്കൻഡറി സ്ട്രക്ചർ ആയിട്ട് പറയാം. അപ്പോൾ ബീറ്റ പ്ലീറ്റഡ് ഷീറ്റ് സ്ട്രക്ചറും ആൽഫ ഹെലിക്കൽ സ്ട്രക്ചറും ആണ് സെക്കൻഡറി സ്ട്രക്ചർ. ഇങ്ങനെ 2 ആയിട്ട് മാറും. ഈ പറഞ്ഞ ആൽഫ ഹെലിക്കലും ബീറ്റ പ്ലീറ്റഡും ഒന്നും കൂടി ഫോൾഡ് ചെയ്യും. അങ്ങനെ ഫോൾഡ് ചെയ്യുമ്പോൾ ഒരു 3 ഡയമെൻഷണൽ സ്ട്രക്ചർ ഉണ്ടാവും. അതിനെയാണ് നമ്മൾ ടെർഷ്യറി എന്ന് വിളിക്കുക. ആ ബീറ്റ പ്ലീറ്റഡും ആൽഫ ഹെലിക്കലും ഇല്ലേ, അതിനെയാണ് പെപ്റ്റൈഡ് ചെയിൻ എന്ന് വിളിക്കുക. അതൊന്നും കൂടി ഫോൾഡ് ചെയ്ത് ഒന്നും കൂടി ചുരുങ്ങും, ചെറുതാവും. ഓക്കെ, ഈ അങ്ങനെ ഓരോന്നും പെപ്റ്റൈഡ് ചെയിനുകൾ ഉണ്ടായിട്ടുണ്ടാവും, ഓവറോൾ ഫോൾഡിങ്. ടെർഷ്യറി സ്ട്രക്ചേഴ്സുകളെല്ലാം നമ്മൾ വിളിക്കുന്നത് സബ് യൂണിറ്റുകൾ എന്നാണ്. അങ്ങനെ ടെർഷ്യറി സ്ട്രക്ചറിലിരിക്കുന്ന ഓരോ പെപ്റ്റൈഡ് ചെയിനുകളെ നമ്മൾ വിളിക്കുന്നത് സബ് യൂണിറ്റ് എന്നായിരിക്കും. ഈ സബ് യൂണിറ്റുകളെല്ലാം കൂടി ഒരുമിച്ച് വരും. അതിനെയാണ് നമ്മൾ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറയുന്നത്. സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് സബ് യൂണിറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. ഈ സബ് യൂണിറ്റുകളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്ന് വരും. അങ്ങനെ വരുന്നതിനാണ് ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് വിളിക്കും. അപ്പോൾ 4 സ്ട്രക്ചേഴ്സും ഇതിന്റെ ഏറ്റവും സിമ്പിൾ ആയിട്ടാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഇത്രയും പഠിച്ചാൽ നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് ആൻസർ ചെയ്യും. ഇത് എഴുതിയാൽ തന്നെ മാർക്ക് കിട്ടും കേട്ടോ നിങ്ങൾക്ക്. പ്രൈമറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ സീക്വൻസ് ഓഫ് അമിനോ ആസിഡ്സ് ആണ്. സെക്കൻഡറി എന്ന് പറഞ്ഞാൽ ആൽഫ ഹെലിക്സ് ആൻഡ് ബീറ്റ പ്ലീറ്റഡ് സ്ട്രക്ചർ ആണ്. ടെർഷ്യറി സ്ട്രക്ചർ എന്ന് പറഞ്ഞാൽ ഫർദർ ഫോൾഡിംഗ് ഓഫ് ദി ഓവറോൾ ഫോൾഡിംഗ് ഓഫ് ദി പെപ്റ്റൈഡ് ചെയിൻ. ആൽഫ ഹെലിക്കലും ബീറ്റ പ്ലീറ്റഡ് ആയിട്ടിരിക്കുന്ന സ്ട്രക്ചേഴ്സ് എല്ലാം ഫോൾഡ് ആവും. ക്വാട്ടർണറി എന്ന് പറഞ്ഞാൽ സ്പേഷ്യൽ അറേഞ്ച്മെന്റ് ഓഫ് സബ് യൂണിറ്റ്സ് വിത്ത് റെസ്പെക്ട് ടു ഈച്ച് അതർ. അവരെ അറേഞ്ച് ചെയ്തു പോകും. ഓക്കെ, അതിനെയാണ് നമ്മൾ ക്വാട്ടർണറി സ്ട്രക്ചർ എന്ന് പറഞ്ഞ് പറയാം. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് സ്ട്രക്ചേഴ്സ് വരുന്നത് കേട്ടോ പ്രോട്ടീൻസ്. ഇനി നമുക്ക് ഈ പ്രോട്ടീൻസിന്റെ 2 ടൈപ്പുകളാണ് പഠിക്കാനുള്ളത്. ദാറ്റ് ഈസ് ഫൈബ്രസ് ആൻഡ് ഗ്ലോബുലാർ പ്രോട്ടീൻസ്.
ഫൈബ്രസ് പ്രോട്ടീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദേ ആർ ഫൈബർ ലൈക്ക് സ്ട്രക്ചേഴ്സ്, ദേ ആർ ലീനിയർ പോളിമേഴ്സ്. നമ്മുടെ പ്രോട്ടീൻസിൽ പല ടൈപ്പ് ഉണ്ട്. ചില ആൾക്കാരെന്ന് പറയുന്നത് ഫൈബർ ലൈക്ക് ആണ്. ഫൈബർ ലൈക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് നേരെ ഫോർ എക്സാമ്പിൾ നമ്മുടെ മുടിയിലുള്ള പ്രോട്ടീൻ ദാറ്റ് ഈസ് കെരാറ്റിൻ കേട്ടോ, അതെന്ന് പറയുന്നത് നമ്മൾ നോക്കി അതിലുള്ള എല്ലാം ഫൈബർ ആയിരിക്കും, നേരെ ആയിരിക്കും. അപ്പൊ പോളിപെപ്റ്റൈഡ് ചെയിനുകളെല്ലാം നേരെ ആയിരിക്കും ഉണ്ടാവും. മറ്റേ ഫോൾഡ് ചെയ്ത് സ്പെറിക്കൽ സ്ട്രക്ചർ അല്ല, അത് ഫോൾഡ് ചെയ്താലും ഒരു നേരെ ആയിരിക്കും ഉണ്ടാവുക. വിച്ച് ഇസ് ഹെൽഡ് ബൈ ഹൈഡ്രജൻ ബോണ്ട്. അതിന്റെ ഇടയിലുള്ള ബോണ്ടുകൾ എന്ന് പറഞ്ഞാൽ ഹൈഡ്രജൻ ബോണ്ടും സൾഫർ വെച്ചിട്ടുള്ള ഡൈസൾഫൈഡ് ബോണ്ടും ആയിരിക്കും ഉണ്ടാവും. പ്രത്യേകത ഫൈബ്രസ് ആണെങ്കിൽ ദേ ആർ ജനറലി ഇൻസോല്യൂബിൾ ഇൻ വാട്ടർ. വെള്ളത്തിലിട്ടാൽ ഡിസോൾവ് ചെയ്യില്ല. അപ്പോൾ മുടിയിലുള്ള എന്തെങ്കിലും വെള്ളത്തിലിട്ടാൽ ഡിസോൾവ് ചെയ്യും? ഇല്ല, ഡിസോൾവ് ചെയ്യൂല അല്ലെ. അങ്ങനെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ആണ് കെരാറ്റിൻ എന്ന് പറയുന്നത് കേട്ടോ. നമ്മുടെ ഹെയറിലുള്ളത്, പിന്നെ വൂളിലും, ഇതൊക്കെ കെരാറ്റിൻ തന്നെയാണ്. പിന്നെ വരുന്നതാണ് ഗ്ലോബുലാർ പ്രോട്ടീൻ. ഗ്ലോബുലാർ പ്രോട്ടീൻ എന്ന് പറയുന്നത് ഇറ്റ് ഈസ് സൊല്യൂബിൾ ഇൻ വാട്ടർ. പക്ഷെ അതിന്റെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ഷേപ്പ് ആയിരിക്കും കേട്ടോ. കാരണം അവിടെ പോളിപെപ്റ്റൈഡ് ചെയിനുകൾ സ്പെറിക്കൽ ഷേപ്പിലോട്ട് കോൺട്രാക്ട് ചെയ്യുന്നുണ്ടാവും, അത് ഷേപ്പിലോട്ട് ഫോൾഡ് ചെയ്ത് പോകുന്നുണ്ടാവും. എക്സാമ്പിൾ ആയിട്ട് പറയാം, ദേ ആർ യൂഷ്വലി സൊല്യൂബിൾ ഇൻ വാട്ടർ. ആൻഡ് എക്സാമ്പിൾസ് പറയുകയാണെങ്കിൽ ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു സ്പെറിക്കൽ ഗ്ലോബുലാർ പ്രോട്ടീൻ ആണ്. പിന്നെ നമ്മുടെ തിന്നുന്ന ആൽബുമിൻ എന്ന് പറയുന്നത് വെള്ളയിലൊക്കെ ഉണ്ടാവില്ലേ ആൽബുമിൻ, അതെന്ന് പറയുന്നതും എന്ത് തന്നെയാണ്, ഈ പറഞ്ഞ പോലെ തന്നെ സ്പെറിക്കൽ ഷേപ്പുള്ളതാണ്. അപ്പോൾ സൊല്യൂബിളും ഇൻസൊല്യൂബിൾ ആയിട്ടാണ് ബേസിക്കലി പറയുക. ഫൈബ്രസ് എന്ന് പറയുന്ന ഷേപ്പ് ഫൈബർ ലൈക്ക് ആയിരിക്കും ആൻഡ് ദേ ആർ ഇൻസൊല്യൂബിൾ ഇൻ വാട്ടർ. വേറെ ഗ്ലോബുലാർ എന്ന് പറയുന്നത് സൊല്യൂബിൾ ആണ് ആൻഡ് അവരുടെ ഷേപ്പ് എന്ന് പറയുന്നത് സ്പെറിക്കൽ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഇത്രയുമാണ് ടൈപ്സ് ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഇനി ഈ പ്രോട്ടീൻ്റെ ഒരു പ്രത്യേകതയും കൂടി ഉണ്ട്. നമ്മൾ പ്രോട്ടീന് ചൂടാക്കാന്ന് വെച്ചോ, അല്ലെങ്കിൽ നോർമലി നമ്മുടെ ബോഡിയിൽ ഓരോ പ്രോട്ടീൻ അതിൻ്റെതായിട്ടുള്ള ഫംഗ്ഷൻ. ഇപ്പൊ ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനാണ്, ഹീമോഗ്ലോബിൻ എന്ന് പറഞ്ഞാൽ ഓക്സിജൻ ക്യാരിയിങ് ആയിട്ടുള്ളതാണ്. അങ്ങനെ പല രീതിയിലുള്ള കപ്പാസിറ്റീസ്. അങ്ങനെ ഒരു ബയോളജിക്കൽ ഫംഗ്ഷൻ ഉള്ള ഒരു പ്രോട്ടീനെയാണ് നമ്മൾ എന്ത് വിളിക്കാം, നേറ്റീവ് പ്രോട്ടീൻ എന്ന് വിളിക്കാം. പ്രോട്ടീൻ വിച്ച് ഈസ് ഫൗണ്ട് ഇൻ ദ ബയോളജിക്കൽ സിസ്റ്റം വിത്ത് എ യൂണിക് 3-dimensional സ്ട്രക്ചർ. അതിനൊരു പെർട്ടിക്കുലർ അതിൻ്റെതായിട്ടുള്ള അറേഞ്ച്മെന്റും അതിൻ്റെതായിട്ടുള്ള ബയോളജിക്കൽ ആക്ടിവിറ്റി ഉണ്ടാവും. അങ്ങനെയുള്ള ആളെയാണ് നമ്മൾ നേറ്റീവ് പ്രോട്ടീൻ. ഫോർ എക്സാമ്പിൾ ഇൻസുലിൻ, ഹീമോഗ്ലോബിൻ ഒക്കെ പറയാം. നമ്മൾ ഇതിനൊന്ന് ചൂടാക്കാം. ചൂടാക്കി കഴിഞ്ഞാൽ എന്ത് പറ്റുമെന്ന് വെച്ചാൽ അതിന്റെ ബയോളജിക്കൽ ഫംഗ്ഷൻ ലൂസ് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും ചൂടാക്കുക, ഫിസിക്കൽ ചേഞ്ചസ് നടക്കുകയാണ്, ലൈക്ക് pH-ൽ മാറ്റം വരുത്താം, ടെമ്പറേച്ചറിൽ മാറ്റം വരുത്താം, അങ്ങനെ എന്തെങ്കിലും നമ്മൾ ചേഞ്ച് ചെയ്താൽ ഈ പ്രോട്ടീന്റെ ബയോളജിക്കൽ ആക്ടിവിറ്റി അങ്ങോട്ട് ലൂസ് ആവും. അപ്പോൾ ഹീമോഗ്ലോബിൻ ചൂടാക്കി കഴിഞ്ഞാൽ ഹീമോഗ്ലോബിൻ പിന്നെ ഓക്സിജൻ ക്യാരിങ് ആയിരിക്കില്ല. ഇൻസുലിൻ എന്ന് പറഞ്ഞാൽ ബ്ലഡ് ഷുഗർ കൺട്രോൾ ചെയ്യാനുള്ള ആളാണ്, അതിന് പിന്നെ ആ പണിക്ക് നിൽക്കാൻ പറ്റൂല കേട്ടോ. അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ വെനെവർ വി ആർ ഡൂയിങ് സച്ച് എ ചേഞ്ച്, അങ്ങനെ ഒരു ചേഞ്ച് ഉണ്ടാക്കി കഴിയുമ്പോൾ അവിടുത്തെ ടെറിഷറി സെക്കൻഡറി സ്ട്രക്ചേഴ്സ് എല്ലാം ഡിസ്ട്രോയ് ആയി പോകും കേട്ടോ. ആ ഒരു പോളിപെപ്റ്റൈഡ് ചെയിനിന്റെ പ്രോട്ടീന്റെ സെക്കൻഡറി ടെറിഷറി സ്ട്രക്ചേഴ്സ് എല്ലാം പോകും. ആകെ പ്രൈമറി സ്ട്രക്ചർ മാത്രമാണ് ഉണ്ടാകുക. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, അവിടെ ഒന്നും തന്നെ ആ ഒരു ബയോളജിക്കൽ ആക്ടിവിറ്റി ചെയ്യാനായിട്ട് പറ്റില്ല. ഓക്കെ, അതിന്റെ ഏറ്റവും നല്ലൊരു എക്സാമ്പിൾ ഡീനേച്ചുറേഷന്റെ മുട്ട നമ്മൾ വേവിച്ച് കഴിഞ്ഞാൽ, ബോയിൽ ചെയ്ത് കഴിഞ്ഞാൽ അത് സോളിഡ് ആയിട്ട് മാറും. അതിന് കാരണം എന്താണെന്നറിയോ സോളിഡ് ആവുന്നത്? കാരണം മുട്ടയുടെ വെള്ള എന്ന് പറയുന്ന സാധനം അതിലുള്ളത് എന്താ, നമ്മുടെ ആൽബുമിന. ആ ആൽബുമിൻ എന്ന് പറഞ്ഞ പ്രോട്ടീൻ അതിന്റെ പ്രൈമറി സെക്കൻഡറി സ്ട്രക്ചേഴ്സ് ഒക്കെ ഉണ്ടാവും. അപ്പോൾ ആ ലിക്വിഡ് ഫോമിലിരിക്കുന്നു. ബട്ട് വെൻ വി ആർ ഹീറ്റിംഗ് ഇറ്റ് അതിന്റെ ഫുൾ ആ സ്ട്രക്ചേഴ്സ് എല്ലാം ഡിസ്ട്രോയ്, പ്രൈമറി സ്ട്രക്ചർ മാത്രമായിട്ട്. അതുകൊണ്ടാണ് ആ ഒരു സോളിഡ് ഫോമിലോട്ട് അത് മാറുന്നത്. പ്രൈമറി സ്ട്രക്ചർ മാത്രമേ ഉണ്ടാകുള്ളൂ, അവിടെ സെക്കൻഡറി ടെർഷറി സ്ട്രക്ചേഴ്സ് ഒന്നും ഉണ്ടാവില്ല, അതൊക്കെ ഡിസ്ട്രോയ് പോകും. അതാണ് പ്രോട്ടീൻസിന്റെ കാര്യം. സോ ഇതും ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ളതാണ് ഡീനേച്ചുറേഷൻ ഓഫ് പ്രോട്ടീൻ എന്ന് പറയുന്നത്. ഏറ്റവും ഇമ്പോർട്ടന്റ് നമുക്ക് സ്ട്രക്ചർ ഓഫ് പ്രോട്ടീൻ ആണ്. അതിൽ സിമ്പിൾ ആയിട്ട് നിങ്ങൾ പഠിച്ചാൽ മതി, വളരെ ഈസി ആയിട്ട് പറയാൻ പറ്റും. അപ്പോൾ ക്ലാസിഫിക്കേഷൻ നോക്കാം, നല്ല അടിപൊളിയായിട്ട് ഈ ഒരു സെക്ഷൻ അമിനോ ആസിഡുകളുടെ നോക്കിയിട്ട് നോക്കാം. പെപ്റ്റൈഡ് ലിങ്കേജ് എന്ന് പറയുന്നത് 1 വേർഡ് ഒക്കെ ആയിട്ട് ചോദിക്കാൻ ചാൻസ് ഉള്ളതാണ്. നോക്കിയേക്കാം, കൃത്യമായിട്ട് പഠിക്കാം. സോ ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ് കേട്ടോ.